ആദ്യം നമ്മളിതിൻ്റെ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു സെർച്ച് എഞ്ചിനിൽ കയറി ടോപ്പ് ബ്രൗസർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റപ്പ് ഫയൽ സൈറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലൂടെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ഈ ടോറൻറ്റിൻ്റെ ടോപ്പ് ബ്രൗസറിൻ്റെ ആ നെറ്റ്വർക്കുണ്ട്, ധോണിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതിലോട്ട് കണക്റ്റഡ് ആവും. അതിന് ആദ്യം കുറച്ച് നേരം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിൻ്റെ അകത്ത് കയറിയ ഉടൻ �torrent_c2.eu എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്. ഇല്ലെന്നോട്ട് അവർ തന്നെ ഓണിയൻ സൈറ്റുണ്ട്, ഞാൻ ലിങ്കിലിട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം. അത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് കയറി നമ്മളെന്താ സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെർച്ച് ചെയ്യുക. അത് സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കണം. ഗൂഗിളിൻ്റെ ഒന്നും കണക്ക് ഓട്ടോ കറക്റ്റ് ഇല്ല, കറക്റ്റ് സ്പെല്ലിങ് തന്നെ ആവശ്യമുണ്ട്. അതിനുശേഷം ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് അകത്തോട്ട് കയറുക. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചേക്കുന്ന കുറച്ച് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാവുന്ന 3-4 സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിൽ മാത്രമാണ് പരസ്യങ്ങൾ കുറവുള്ള, ബാക്കിയുള്ളിടത്തെല്ലാം പരസ്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇതിലേതെങ്കിലും കയറിയിട്ട് മാഗ്നറ്റിക് ലിങ്ക് കോപ്പി ചെയ്യുക. മാഗ്നറ്റിക് ലിങ്ക് കോപ്പി ചെയ്ത ശേഷം ആ കോപ്പി ചെയ്ത ആ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ആ ഒരു അഡ്രസ്സ് നമ്മളുടെ ടോറൻറ്റിങ് ആപ്പിലോട്ട് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡൗൺലോഡിങ് ഓട്ടോമാറ്റിക്കായിട്ട് തുടങ്ങുന്നതായിരിക്കും. പിന്നെ കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം.